ടീച്ചർ വളരെ സന്തോഷപൂർവ്വം നമുക്കങ്ങ് വിട്ടു തരികയാണ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നുള്ള ഫുൾ ഡ്യൂട്ടി. ടീച്ചറെ ഫുൾ സപ്പോർട്ട് കൂടിയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പൊ ആദ്യം ടീച്ചറിനെ ഞാൻ ഇതിലേക്ക് സ്നേഹത്തോടെയും ബഹുമാനത്തോടും കൂടി സ്വാഗതം ചെയ്യപ്പെട്ടുള്ള നമ്മുടെ വിശിഷ്ട അതിഥി ഫസ്റ്റ് പേഴ്സണുമായിട്ടുള്ള അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ മാം ആണ്. അപ്പൊ മാമിനെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് മാമിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കൂടി ഉദ്ദേശിക്കുകയാണ്. മാമിനെ കുറിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് 28 വർഷത്തിലധികം സിവിൽ ആൻഡ് ഫാമിലി കോഴ്സിൽ വർക്ക് ചെയ്യുന്ന മാമാണ്. അതുപോലെ തന്നെ സുപ്രീം കോർട്ടിന്റെ അക്രഡിറ്റഡ് മീഡിയേറ്റർ ആണ്. അതേപോലെ തന്നെയാണ് UGCയുടെ പല പ്രോഗ്രാമിലും, അതുപോലെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പല പ്രോഗ്രാമിലും റിസോഴ്സ് പേഴ്സൺ ആയിട്ട് മാം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ അമൃത TVയിലെ കഥയിലെ ഒരു ജീവിതമാണ്. ആ ഒരു ഷോയിലെ പാനൽ മെമ്പറാണ്. ഓൾ ഇന്ത്യ റേഡിയോ സ്പീക്കറാണ്. മാമിന്റെ സ്പീക്കൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സ്പീച്ച് എനിക്ക് ഗീത ടീച്ചർ അയച്ചു തന്നിരുന്നു, അങ്ങനെ ഞാൻ അത് കേട്ടു. അതുപോലെ തന്നെ വിമന്റെ ഹറാസ്മെന്റ് അഗെയിൻസ്റ്റ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ളൊരു കംപ്ലൈന്റ് കമ്മിറ്റിയിലെ അഡ്വക്കേറ്റ് മെമ്പറാണ്. അതുപോലെ വെൽഫെയർ ഓഫ് സോഷ്യൽ ലീഗൽ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യുന്ന അതിന്റെ കമ്മിറ്റിയിലെ മെമ്പറാണ്. അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് മാമിനെ കുറിച്ച് പറയാൻ പറ്റും. അപ്പൊ ഇത്രയും ഒരു അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഏറ്റവും അനുയോജ്യയായ ഒരു വ്യക്തിയെയാണ് നമുക്ക് ഇന്ന് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അതിന് ഈ മാമിനെ സജസ്റ്റ് ചെയ്ത ഗീത ടീച്ചറിനെ അതുപോലെ തന്നെ മാമിനെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടും കൂടി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് എനിക്ക് സ്വാഗതം പറയാനുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട HOD, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് HOD ആയിട്ടുള്ള അജിമോൾ ടീച്ചറാണ്. പക്ഷെ ടീച്ചറിനെ പോലെ തന്നെ അജിമോൾ ടീച്ചറും എല്ലാ കാര്യത്തിലും നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. എന്ത് പ്രോഗ്രാം പറഞ്ഞാലും ടീച്ചർ നോ പറയാറില്ല, നടത്തിക്കോളൂ. ഞങ്ങളെ എല്ലാ സജഷൻസും ഉൾക്കൊള്ളുകൊണ്ട് ഞങ്ങളെ കൂടെ നിന്നുകൊണ്ട് എല്ലാത്തിനും വേണ്ട വിധ സപ്പോർട്ട് നൽകുന്ന ഡോക്ടർ അജിമോൾ ടീച്ചറെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാക്കൽറ്റി ഒരുവിധം എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ടീച്ചിങ്ങും നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റു കോളേജിൽ നിന്നുള്ള ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്മാരും ഫാക്കൽറ്റിയും ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അവരടുത്ത് ഞാനിത് ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് വളരെ സന്തോഷത്തോടു കൂടി ഈ വർക്ക്ഷോപ്പിൽ അവർ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുക, അവരുടെ കുട്ടികളെ നമ്മളെ പ്രോഗ്രാമിലേക്ക് വിട്ടുതരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം ഞാൻ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. ഞങ്ങള് മാത്രമല്ല, NSS പന്തളത്തിലെ കുട്ടികൾ മാത്രമല്ല, ബാക്കിയുള്ള MEd സ്റ്റുഡൻസ് പല കോളേജുകളിൽ നിന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫാത്തിമ മാതാ ട്രെയിനിങ് കോളേജിലെ സ്റ്റുഡൻസ് ഉണ്ട്, CSI കോളേജ് പാറശാല, ഗവൺമെന്റ് കോളേജ് തൈക്കാട്, നെല്ലിമൂട് കോളേജ്, കൊട്ടാരക്കര ട്രെയിനിങ് കോളേജിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അപ്പം എല്ലാവരെയും, അതുപോലെ നമ്മുടെ PG സ്റ്റുഡൻസ്, MEd സ്റ്റുഡൻസും എല്ലാം ഞാൻ ഇതിനകത്ത് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സും എല്ലാം ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ മോളെ ഞാൻ ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നുണ്ട്. കാരണം മോക്കും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞപ്പം എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഒന്നുകൂടെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, teacher. Teacher, shall I move to the main session? സുഷി ടീച്ചർ ജോയിൻ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ ടീച്ചർ. ഇല്ല, സുഷി ടീച്ചർ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോഗ്രാമിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു ടീച്ചർ. Now we are moving to the most awaited session of the day. So all the participants are kindly requested to mute your audio. If you have any queries or questions based on the session, you can freely ask it after this session, or you can put it in the chat box. സ്ത്രീ ആരെന്നതിന് ഒരുപാട് നിർവചനങ്ങൾ നാം കേട്ടിട്ടുണ്ട്. കവികൾക്ക് അവൾ പ്രകൃതിയായിരുന്നു. ജനിച്ചു വീണ കുഞ്ഞുങ്ങൾക്ക് സ്ത്രീ എന്നത് ഉയിര് പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ അമൃതം നൽകുന്ന ദൈവമായി. കാമം മാത്രം നിറഞ്ഞ കണ്ണുകളിൽ അവൾ ഉടൽ മാത്രമായി. സമൂഹത്തിൽ എളുപ്പം അവഹേളിക്കാൻ കഴിയുന്ന ഒരാളാണ് സ്ത്രീ എന്ന് പലരും കരുതുന്നുണ്ട്. എന്നാൽ കാലം മുന്നോട്ട് പോയി. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വന്ന സ്ത്രീകൾ പല മേഖലകളിൽ ഇന്ന് ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. എന്നിട്ടും സ്വതന്ത്രയാവാൻ സമ്പാദിച്ചു തുടങ്ങിയ സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു. അവൾ എതിർക്കുകയും തടയുകയും കയർക്കുകയും ഒക്കെ ചെയ്തിട്ടും വീട്ടിലും പുറത്തും അടിച്ചമർത്തലുകൾ തുടരുന്നു. ഇത് എന്നാണ് തുടങ്ങിയത്?
ഇത് എന്ന് അവസാനിക്കും? സ്ത്രീകളും നിയമവും, വിമൻ ആൻഡ് ലോ. സ്ത്രീകൾക്കുള്ള നിയമപരിരക്ഷകളെ കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് നിയമമേഖലയിൽ ഏറ്റവും അഗ്രഗണ്യായ ഒരു റിസോഴ്സ് പേഴ്സൺ തന്നെയാണ്. And profusely, the most renowned resource person of the day, Advocate Sindhu Balakrishnan ma'am. And I humbly invite you ma'am for inaugurating the workshop series and the theme presentation. Over to you ma'am. Thank you, Ron. The most venerated principal and teachers of this college which is conducting this program, and all the other teachers who are there in today's program, and the most beloved students who are attending this webinar. I am so honored today that I am invited to this webinar session, not only as a speaker, but also the person who inaugurates the webinar series. And the most interesting topic today we are dealing with. So, first of all, with God's grace and blessings, inaugurate this webinar series with my speech and the topic Women and Law. ഔപചാരികമായി ഈ വെബിനാർ സീരീസ് ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. Am I audible to all? Yes ma'am. Yes, ma'am. Okay. ഇന്ന് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നവരെല്ലാവരും തന്നെ അധ്യാപകരാണ്. അതില് ചിലരെങ്കിലും ഒരു ഗുരുവിൻ്റെ പദവിയിലേക്ക് എത്തിയവരും ഒരു ഗുരുവിൻ്റെ പദവിയിലായിരിക്കാം. ഞാനൊരു അധ്യാപികയല്ല, ഞാനൊരു അഭിഭാഷകയാണ്. അപ്പോൾ ഒരു അധ്യാപനത്തിൻ്റെതായ കഴിവുകളോ അല്ലെങ്കിൽ അധ്യാപനത്തിൻ്റെതായ ഒരു മികവോ ചിലപ്പോൾ എൻ്റെ ഒരു സംസാരത്തിലില്ല. ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം കരുതുക. ആ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം ഡിസ്കസ് ചെയ്യുന്നു. ടേക്ക് ഇറ്റ് ആസ് എ ജസ്റ്റ് എ ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസസ് ആൻഡ് sharing of knowledge, that's all. So, ഞാൻ വളരെ ബോധപൂർവം അധ്യാപകരാവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പഠിക്കുകയും ചെയ്യുന്നവരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. കാര്യം, ഞാനൊരു വളരെ ആഗ്രഹിച്ച് അഭിഭാഷകയായ ഒരു സ്ത്രീയാണ്. എനിക്ക് വക്കീലാവണം തന്നെയായിരുന്നു ചെറിയ പ്രായത്തിലെ ആഗ്രഹം. എങ്ങനെ ആ ആഗ്രഹം വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച് വക്കീലായ ആളാണ്. എനിക്ക് വക്കീലാവാൻ ആഗ്രഹിച്ച് ലോ കോളേജിൽ ചേർന്ന ആളാണ്. അല്ലാതെ സയൻസിന് അഡ്മിഷൻ കിട്ടാഞ്ഞിട്ടോ മാത്സിന് അഡ്മിഷൻ കിട്ടാഞ്ഞിട്ടോ പോയി വക്കീലായതല്ല. സയൻസിന് അത്ര മിടിക്കൊന്നും അല്ലായിരുന്നു ഞാൻ. പക്ഷെ എൻ്റെ ആ പ്രായത്തിലൊക്കെ അന്നത്തെ കാലത്ത് എല്ലാവരും ഓരോ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത് ആക്സിഡൻ്റലിയാണ് പലപ്പോഴും. വളരെ കുറച്ച് പേര് മാത്രമേ ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ പോകാറുള്ളൂ. ഞാൻ വളരെ ആഗ്രഹിച്ചൊരു വക്കീലായതുകൊണ്ടാണ് ഐ എം എൻജോയിങ് മൈ പ്രൊഫഷൻ ആൻഡ് ഐ എം ടേക്കിംഗ് ഇറ്റ് എസ് എ പാഷൻ. അപ്പോൾ എനിക്ക് നിങ്ങൾ അധ്യാപകരാകാൻ പഠിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങളെ ഈശ്വരൻ അങ്ങനെ ഒരു ഉത്തരവാദിത്വം തരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക. ഒരു വ്യക്തിയുടെ ജനനം രണ്ട് തരത്തിലാണ്. ഒന്ന് അമ്മയുടെ ഗർഭപാത്രത്തിലും, രണ്ട് ഒരു അധ്യാപികയുടെ കൈകളിലുമാണ് ഒരു വ്യക്തി ജനിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഒരു കുട്ടി പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നതാവാം, ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നാലും ഒരു കുട്ടിക്ക് പറക്കാനുള്ള ചിറകുകൾ കൊടുക്കുന്നത് അധ്യാപകരാണ്. ഒരിക്കലും അതിനുള്ളൊരു വേദി ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ ഒരു അധ്യാപികയാവാൻ അല്ലെങ്കിൽ ഒരു അധ്യാപകനാവാൻ ഈശ്വരൻ നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ ഒരു തൊഴിലായി കാണാതെ അതൊരു പാഷനായി, അതൊരു ഈശ്വര നിയോഗമായി കണ്ട് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ മനസ്സ് വായിക്കാൻ കഴിവുള്ളവരായി നിങ്ങൾ നിങ്ങളുടെ ജോലിയെ മുമ്പോട്ട് കൊണ്ടുപോകും.
അതൊരു വരുമാന മാർഗം മാത്രമായിട്ട് ചിന്തിക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഈ വെബിനാർ സീരീസ് നടക്കുന്നു. ഈ വെബിനാർ സീരീസ് നടക്കുമ്പോൾ അതിൽ ഓരോ വെബിനാറിലും നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവിതത്തിലും നിങ്ങളുടെ തൊഴിൽ മേഖലയിലും എല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലുള്ളതായിരിക്കണം. നിങ്ങളുടെ മുമ്പിൽ ഇപ്പം സ്ത്രീയും നിയമവും നമ്മളിന്ന് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടണം അല്ലേ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നാളെ ഒരു കുട്ടിയുടെ മുഖം മാറിയിരിക്കുന്നു, എന്തോ ആ കുട്ടിയുടെ മുഖത്ത് സാധാരണ കാണുന്ന ഒരു പ്രസന്നതയില്ല എങ്കിൽ ഒരാളുടെ മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ മുഖത്ത് ഒരു സന്തോഷമില്ലായ്മയോ ഒരു സങ്കടമോ ദൂരെ നോക്കിയിരിക്കുന്ന ഒരു മുഖമോ ഒക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ വളരെ സ്നേഹപൂർവം ആ കുട്ടിയെ വ്യത്യസ്തമായി കണ്ട് ആ ഒരു ഭയങ്കര കുസൃതിക്കാരനോ കുസൃതിക്കാരിയോ ശ്രദ്ധയില്ലാത്തതോ ശ്രദ്ധയുള്ളതോ അല്ലെങ്കിൽ ക്ലാസ്സിലൊരു പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു കുട്ടിയൊക്കെ ആണെങ്കിലും ആ കുട്ടി ബേസിക്കലി അങ്ങനെ ആയതിൻ്റെ എന്നുള്ളത് വിസ്മരിക്കാത്ത അധ്യാപകരാകണം നിങ്ങൾ. ഏതൊരു കുട്ടിയും ഏത് സ്വഭാവം നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചാലും ആ സ്വഭാവ രൂപീകരണത്തിന്റെ പുറകിൽ പല കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ സ്വഭാവം അവർ കാഴ്ചവെക്കുന്നതിന്റെ പുറകിൽ കുറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്താണെന്ന് ചകഞ്ഞെടുക്കാനുള്ള ഒരു മനസ്സും ഒരു കഴിവും നിങ്ങൾക്കുണ്ടാകണം. അതിന് ഈശ്വരാധീനം വേണം. അങ്ങനെ നിങ്ങൾ കുട്ടികളിൽ നിന്ന് അവരുടെ വിഷമം എന്താണ്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് അവർ സങ്കടപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള വിവരം അറിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് ഏത് രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അഭിഭാഷക എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇതുപോലെ പല പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എ ടീച്ചർ ഷുഡ് നോ സംതിങ് അബൌട്ട് എവറിത്തിങ് അണ്ടർ ദ സൺ. ഈ സൂര്യന് കീഴിലുള്ള എല്ലാത്തിനെയും കുറിച്ചും കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ആ ജോലിയും എളുപ്പമാവും, നിങ്ങളുടെ കാഴ്ചപ്പാടും വലുതാവും. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ ഹാപ്പി ആയിരിക്കണം. ഓൺലി എ ജോയ്ഫുൾ പേഴ്സൺ ക്യാൻ മേക്ക് അതേഴ്സ് ജോയ്ഫുൾ. ഞാൻ സന്തോഷമായിട്ടിരുന്നാലല്ലേ എനിക്ക് നിങ്ങളെ സന്തോഷമായിട്ട് കാണാൻ പറ്റുള്ളൂ, നിങ്ങളോട് സന്തോഷമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയായിരിക്കണം ഒരു ടീച്ചർ. അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. നമ്മൾ ജോയ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ചിട്ടപ്പെടുത്തുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്, നമ്മുടെ ചുറ്റുമുള്ളവരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്, നമ്മളെ എത്ര പേർക്ക് ഇഷ്ടമാണ്, നമ്മളെ എത്ര പേര് മിസ് ചെയ്യും, ഇതൊക്കെ ഒന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങളെ എത്ര പേർക്ക് നിങ്ങളെ കണ്ടാൽ വളരെ സന്തോഷമുള്ളൊരു മുഖം അവര് കാണിക്കും. അപ്പോൾ യു ഷുഡ് ബി എ പേഴ്സൺ ഹൂ ഈസ് വാണ്ടഡ്. നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെ വേണം എന്നൊരു വികാരം മറ്റുള്ളവർക്ക് തോന്നണമെങ്കിൽ നിങ്ങളൊരു വാണ്ടഡ് പേഴ്സൺ ആവണം. അത് കുടുംബത്തിൽ അങ്ങനെ ആവണം, സമൂഹത്തിൽ അങ്ങനെ ആവണം, എവിടെയാണോ നമ്മൾ ജോലി ചെയ്യുന്നത് അവിടെയും നമ്മൾ അങ്ങനെ ആവണം. നമ്മളൊരു വാണ്ടഡ് പേഴ്സൺ ആവണം. നിങ്ങളെ മറ്റുള്ളവർ മിസ് ചെയ്യണം. അധ്യാപികയാവാൻ സാധിക്കും. നമ്മളെ എത്രയോ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഓർത്തിരിക്കുന്നത് എത്ര ടീച്ചേഴ്സിനെയാണ്? വിരലിലുണ്ടാവുന്ന ടീച്ചേഴ്സ് മരിക്കും വരെ ഓർത്തിരിക്കും. അപ്പോൾ അതിലൊരാളാവണം നിങ്ങൾ ഓരോരുത്തരും, ഇത് കേൾക്കുന്ന ഓരോരുത്തരും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ആയി കഴിയുമ്പോൾ നല്ലൊരു സമൂഹത്തെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജോയ്ഫുൾ ആവാൻ ശ്രമിക്കുക. എല്ലാം അറിയാനൊരു ത്വര നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. നിങ്ങൾ ജോയ്ഫുൾ ആവണമെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ സന്തോഷമുള്ളതാവണം. നിങ്ങളുടെ ചുറ്റുപാടുകൾ സന്തോഷമുള്ളതാവണമെങ്കിൽ നിങ്ങൾ അതിനെ സന്തോഷം ഉള്ളതാക്കാനായിട്ടൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അത് വീട്ടിലാണെങ്കിലും അത് ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പോൾ ഇതെല്ലാം ചേർന്ന് ഒരു അധ്യാപികയുടെ ലെവലിൽ നിന്ന് ഒരു ഗുരുവിൻ്റെ ലെവലിലേക്ക്, അധ്യാപികയും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം BEdും MEdും പഠിക്കുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു അധ്യാപികയിൽ നിന്ന് ഒരു ഗുരുവിൻ്റെ തലത്തിലേക്ക് ഉയരാൻ
നിങ്ങളെ ഈ വെബിനാർ സീരീസിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. സി വൈ വി ഹാവ് ഓപ്റ്റഡ് വിമൻ ആൻഡ് ലോ. എന്തുകൊണ്ടാണ് നമ്മൾ മെൻ ആൻഡ് ലോ എടുക്കാത്ത ഒന്ന് ചിന്തിച്ചു നോക്കൂ. എവിടെയും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളല്ലേ കൂടുതൽ? ഏത് രാജ്യത്തും എവിടെയും ഏത് കാലത്തും സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളേ ഉള്ളൂ കൂടുതലും. ജനറൽ ലോസ് ആണ് പുരുഷന്റെ രക്ഷയ്ക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? സ്ത്രീകൾക്ക് ഇപ്പൊ ഇതിൽ വെബിനാറിൽ പുരുഷന്മാർ കുട്ടികളാരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഇല്ല എങ്കിലും നിങ്ങളുടെ ഉള്ളിലാണ് അങ്ങനെ ഒരു ചോദ്യം വരണതെങ്കിൽ, അതായത് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഈ നാട്ടിൽ ധാരാളം, എന്തുകൊണ്ടാണ് പുരുഷന് അനുകൂലമായ നിയമങ്ങൾ ഇല്ലാത്തത് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കണം. അതായത് സ്ത്രീകളുടെ സൃഷ്ടി തന്നെ കായിക ബലത്തിൽ പുരുഷനേക്കാൾ അശക്തയാണ് സ്ത്രീ. പുരുഷനാണ് കായിക ബലത്തിൽ ശക്തൻ. സ്ത്രീ മാനസിക ബലത്തിൽ സ്ത്രീ ശക്തിയായിരിക്കും, പക്ഷെ കായിക ബലത്തിൽ സ്ത്രീ അശക്തയായ രീതിയിലാണ് ഈശ്വരൻ സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് സൃഷ്ടിയുടെ ഒരു വികൃതിയാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തക്ക രീതിയിലാണ് ഒരു സ്ത്രീയുടെ ശരീരഘടന. ഇറ്റ് ഈസ് വെരി ഫ്ലെക്സിബിൾ. ആ ഫ്ലെക്സിബിലിറ്റി കൊണ്ടും ആ ശാരീരികമായ ആ അവസ്ഥയും കൊണ്ട് ഒരു പുരുഷന് ഒരു സ്ത്രീയെ വളരെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താം. മാനസികമായി ചിലപ്പോൾ പറ്റില്ലായിരിക്കാം, ശാരീരികമായി പറ്റും. അപ്പോൾ ആ ഒരു ഇൻഇക്വാലിറ്റി ആ ഒരു കാര്യത്തിലുണ്ട്. ആ ഒരു ഇൻഇക്വാലിറ്റി ആ ഉണ്ട് എന്നുള്ളത് ഒരു റീസൺ. രണ്ടാമതൊരു റീസൺ, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ, നമ്മൾ ഇന്ത്യയിലെ കാര്യം എടുക്കാം. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ ധാരാളം പാസാക്കപ്പെടുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ചരിത്രം പരിശോധിക്കണം. നമ്മൾ പുറകിലേക്ക് പോകണം, സെഞ്ചുറീസ് ആൻഡ് സെഞ്ചുറീസ് മുമ്പ് പോകണം. അതായത് വേദകാലം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ രചിക്കപ്പെട്ട ഒരു കാലമുണ്ട്. ടൈം ഇമ്മമോറിയൽ എന്ന് പറയാം നമുക്ക്. ആ കാലത്തൊക്കെ ആ വെദിക് പീരീഡ് എന്ന് പറയുന്ന ആ ഒരു പീരീഡിന് വളരെ മിടുക്കരായ സ്ത്രീകളായിരുന്നു ഈ ഭാരതത്തിലുണ്ടായിരുന്നത്. അന്ന് സ്ത്രീകളുടെ സ്ഥാനം ഒരു ഇൻഫീരിയറും ആയിരുന്നില്ല, സുപ്പീരിയറും ആയിരുന്നില്ല, ഈക്വൽ ആയിരുന്നു, പുരുഷനോടൊപ്പം. വലിയ വലിയ വാക്സാമർത്ഥ്യമുള്ള ഗാർഗിയെ പോലുള്ളവര് ഫിലോസഫിയില് വളരെ വലിയ വാഗ്വാദങ്ങൾ നടത്തിയ ചരിത്രങ്ങൾ നമ്മുടെ പുസ്തകങ്ങളിലുണ്ട്. എപ്പോഴെങ്കിലും അത് വായിക്കാനൊക്കെയുള്ള ഒരു അവസരം വന്ന ആ ഗാർഗിയുമായിട്ടൊക്കെയുള്ള യജ്ഞവൽക്കന്റെയൊക്കെ അവർ തമ്മിലൊക്കെയുള്ള ആ സംവാദങ്ങൾ വായിക്കാനൊരു അവസരം കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വളരെ നമ്മൾക്ക് ഈ കാലത്ത് പോലും ചിന്തയുടെ മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കാത്ത തരത്തിലുള്ള വാഗ്വാദങ്ങൾ നടത്തിയവരും മിടുക്കരായിട്ടുള്ളവരുമായ ഇന്റലിജൻസിൽ ഹൈലുള്ള ഏത് കാര്യത്തിലും പുരുഷനോടൊപ്പം നിൽക്കുന്ന സ്ത്രീകൾ ധാരാളം വർത്തിച്ചിരുന്നൊരു നാടാണ് ഭാരതം. സ്ത്രീകൾക്ക് ഒപ്പം പുരുഷന്റെ അതേ സ്ഥാനം. ഒരു കർമ്മം, ഏത് കർമ്മം നടക്കുമ്പോഴും റിലീജിയസ് ആയിട്ടുള്ള കർമ്മങ്ങളിലും പുരുഷനോടൊപ്പം സ്ത്രീയെയും ഇരുത്തുന്ന തരത്തിലുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു ഈ ഭാരതത്തിൽ. ആ കാലഘട്ടം അങ്ങ് കഴിഞ്ഞ് രാമായണവും മഹാഭാരതവും ഒക്കെ രചിക്കപ്പെട്ട ആ എപ്പിക് പീരീഡ് എന്ന് നമ്മൾ പറയുന്ന ആ കാലയളവിലെ സ്ത്രീകളെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതിലെ കഥാപാത്രങ്ങളെ. അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ആ എപ്പിക്സ് ഒക്കെ ചരിത്രമാണ്. അതിൻ്റെ എല്ലാം അവശേഷിപ്പുകൾ ഇപ്പോഴുമുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ. എല്ലാത്തിനും ഇറ്റ് ഇസ് നോട്ട് മിയർ സ്റ്റോറീസ്, ഇറ്റ്സ് എ ഹിസ്റ്ററി ഓഫ് അവർ കൺട്രി, കൾച്ചർ ഓഫ് അവർ കൺട്രി. അതിനെ വളരെ ഭംഗിയായി എഴുതി ഫലിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കഥാരൂപേണ. അത് ചരിത്രം കൂടിയാണ് നമ്മുടെ നാടിൻ്റെ. അപ്പോൾ ആ കാലത്തുണ്ടായിരുന്ന സ്ത്രീകളുടെ ആ ഒരു തൻ്റെയുള്ള സ്ത്രീകളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര
എത്ര തൻ്റെ ഇടമുള്ളവരാണ് സീതാദേവിയും പാഞ്ചാലിയും താരയും അങ്ങനെയുള്ളവരെല്ലാവരും. ഇനി മഹാഭാരതത്തിലേക്ക് വന്നാൽ എത്ര ഉഗ്ര കഥാപാത്രങ്ങളാണ് പാഞ്ചാലി. അപ്പോ ആ കൈകേയി, അപ്പോ ആ അവരുടെ ഗാന്ധാരിയുടെ ആ പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് മഹാഭാരതത്തിൽ കൂടെ പോകുമ്പോൾ എത്രയോ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ കാലത്തെ സ്ത്രീകളുടെ ധൈര്യവും അവരുടെ സ്വതന്ത്ര ചിന്താഗതികളുള്ള സ്ത്രീകളെ കാണിക്കുന്നതാണ് അതെല്ലാം. ഏതൊരു പുരുഷനെയും വളരെയധികം ധൈര്യം കൊടുത്ത് നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സമൂഹമായിരുന്നു ആ എപ്പിക് പീരീഡിലുള്ള സ്ത്രീകളുടെ കാര്യം. ആ കാലയളവ് അങ്ങ് കഴിഞ്ഞു. പതുക്കെ ഒരു 8th സെഞ്ച്വറിയൊക്കെ ആയി വന്നപ്പോഴേക്കും നമ്മളുടെ ഇവിടെ മുസ്ലിം ഇൻവേഷൻസ് വരാൻ തുടങ്ങി. ഞാൻ ഈ പറയുന്നത് മുഴുവനും ചരിത്രമാകട്ടോ. ലോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഈ ഭാരതത്തിൽ കൂടുതൽ ഉണ്ടാവാൻ കാരണം എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ ഒരു 8ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇവിടെ മുസ്ലിം ഇൻവേഷൻസ് വരാൻ തുടങ്ങി. ഈ മുസ്ലിം ഇൻവേഷൻസിന്റെ ഭാഗമായിട്ട് മുസ്ലിം ഇൻവേഡേഴ്സ് ഈ ഇന്ത്യയിൽ വന്നതോടുകൂടി നമ്മുടെ സ്ത്രീകളുടെ സിറ്റുവേഷൻ വളരെ മോശമായി. സ്ത്രീകൾ പലരും ആക്രമിക്കപ്പെടാൻ തുടങ്ങി, റേപ്പ് ചെയ്യപ്പെടാൻ തുടങ്ങി. സ്ത്രീകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റ രീതികൾ നാട്ടിൽ ഉടലെടുക്കാൻ തുടങ്ങി. സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അയക്കാൻ വീട്ടിലുള്ളവർക്ക് ഭയമായി തുടങ്ങി. അങ്ങനെ വന്നപ്പോ ഈ സ്ത്രീകള് അങ്ങനെ വന്നപ്പോ പതുക്കെ സ്ത്രീകൾ അകത്ത് തന്നെ നിൽക്കാൻ തുടങ്ങി. അതാണ് ഇവിടെ റോണി പറഞ്ഞല്ലോ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന്. അടുക്കളയിലേക്ക് എങ്ങനെ എത്തി സ്ത്രീ എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പോ ആ ഒരു നിലയിലേക്ക് സ്ത്രീകള് അകത്ത് പേടിച്ച് കഴിയേണ്ട ഒരു സാഹചര്യം വന്നപ്പോ അങ്ങനെ വിദ്യാഭ്യാസം കുറയാൻ തുടങ്ങി സ്ത്രീകളുടെ ഇടയിൽ. പഠിക്കാനായി പുറത്തു പോകുന്നത് കുറയാൻ തുടങ്ങി. പഠിക്കാൻ പുറത്തു പോകുന്നത് കുറയാൻ തുടങ്ങിയപ്പോൾ വിദ്യാഭ്യാസം കുറഞ്ഞ സ്ത്രീകളുടെ എണ്ണം ഭാരതത്തിൽ കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ അവരുടെ വേഷവിധാനത്തിൽ പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ മുഖം മറച്ച് സമൂഹത്തിൽ ഇറങ്ങാൻ തുടങ്ങി. കഴിയുന്നതും സ്ത്രീകൾ പുറത്തു പോകാതെ ഇരിക്കാൻ തുടങ്ങി. വീട്ടിലുള്ള ആണുങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങി. ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വന്ന് 8ാം നൂറ്റാണ്ട് മുതൽ 19 അത് ഒരു 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 10 ഓൾമോസ്റ്റ് 10 സെഞ്ച്വറീസ് തന്നെ പറയാം. എല്ലാവരും സീരിയറായി. പുരുഷനേക്കാളും വളരെ താഴ്ന്ന, അവളൊരു വീട്ടിലൊതുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീ. വളരെ കുറച്ചു പേർക്ക് മാത്രം വിദ്യാസമ്പന്നരാകുന്നവരുടെയൊക്കെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഇതിന് പിന്നെ ഈ പെൺകുട്ടികളാണെങ്കിൽ അവരോടുള്ള സ്നേഹം പോലും കുറയുന്ന ഒരു